നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന അന്തഃഛിദ്രങ്ങൾ മറനീക്കി പുറത്തു വന്നിരുന്നതാണ്. നിലവിൽ കോൺഗ്രസ് എംപിമാരാരും തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന ഹൈക്കമാൻഡിന്റെ തീരുമാനത്തെ മറികടന്നോ വകവയ്ക്കാതെയോ കെ സുധാകരൻ അടക്കമുള്ള ചില എംപിമാർ തങ്ങൾക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ള ചില താല്പര്യങ്ങൾ അറിയിക്കുന്നു. എന്നാൽ ആ താല്പര്യത്തിന് ഹൈക്കമാൻഡിൽ നിന്നും പച്ചക്കൊടി കിട്ടുന്നില്ല, പച്ചക്കൊടി കാണിക്കുന്നില്ല. നിലവിലുള്ള എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്നും ഹൈക്കമാൻഡ് അണുവിട പിറകോട്ട് പോകുന്നില്ല. ഫലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കുന്നതിന് വേണ്ടി സുധാകരൻ ഉയർത്തിയ ഈ വലിയ സങ്കീർണമായ പ്രശ്നം കീറാമുട്ടിയായി KPCCയുടെ മുമ്പിലും AICCയുടെ മുമ്പിലും നിൽക്കുകയുണ്ടായി. ഡൽഹിയിൽ തുടർച്ചയായി 4 ദിവസം മാരത്തൺ ചർച്ച നടത്തി ഒടുവിൽ AK ആന്റണിയെ പോലുള്ള കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ബന്ധപ്പെട്ടതിന് ശേഷം തന്നെയാണ് സുധാകരൻ അയഞ്ഞത്. തനിക്ക് നിയമസഭയിലേക്ക് മത്സരിക്കണം എന്നുള്ള ആവശ്യത്തിൽ നിന്നും പിന്മാറിയത് എന്നാണ് പിന്നീട് പത്രമാധ്യമങ്ങളിലൂടെ ജനം കണ്ടറിഞ്ഞത്. എന്നാൽ കെ സുധാകരനെ മത്സരിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടി ചരട് വലിച്ചത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫാണ് എന്നുള്ളതും പ്രതിപക്ഷ നേതാവായ VD സതീശനാണ് എന്നുള്ളതുമാണ് അന്ന് കെ സുധാകരന്റെ ക്യാമ്പുകളിൽ നിന്നും ഉയർന്നു കേട്ടത്. കെ സുധാകരനെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കരുത് എന്ന് കാണിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിന് എഴുതിയ കത്തുകൾ കേരളത്തിലെ നേതാക്കൾക്ക് അങ്ങോളം ഇങ്ങോളം അയച്ചു കൊടുക്കുകയുണ്ടായി. അത് കെ സുധാകരന്റെ മരുമകനായ അജിത് കുമാർ തന്നെയാണ്. അപ്പോഴും KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് അടിവരയിട്ട് പറയുന്നുണ്ടായിരുന്നു, താൻ ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല, തനിക്ക് ഇങ്ങനെ ഒരു കത്തിനെ കുറിച്ച് അറിയില്ല, ആ കത്ത് വ്യാജമായിരിക്കാം എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. എന്നാൽ കെ സുധാകരൻ ക്യാമ്പ് ആ കത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് സണ്ണി ജോസഫ് ഹൈക്കമാൻഡിന് കത്തെഴുതി. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് കെ സുധാകരന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിന്നും പിറകോട്ട് പോയത്. അഥവാ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുവാൻ കെ സുധാകരന് കളമൊരുങ്ങാതിരുന്നത്, കെ സുധാകരന് പാരവെച്ചത് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. അതിന് ഉദാഹരണമായി അവർ ചൂണ്ടിക്കാണിച്ചത് സണ്ണി ജോസഫ് എന്ന് പറയുന്ന KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിന് എഴുതിയ കത്ത് ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയാണ്. എന്നാൽ ഇത്തരത്തിലൊരു കത്ത് താൻ എഴുതിയിട്ടില്ല എന്നുള്ള സണ്ണി ജോസഫ് പറയുകയും ഈ കത്തിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് AICCക്ക് പരാതി നൽകുകയും ചെയ്തു. അങ്ങനെ ആ കത്തിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടന്നു. കത്ത് യഥാർത്ഥത്തിൽ സണ്ണി ജോസഫ് എഴുതിയതാണോ, ഇങ്ങനെ ഒരു കത്തുണ്ടോ എന്നുള്ളത് അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ ഒരു കത്തുണ്ട്, എന്നാൽ അത് KPCC പ്രസിഡന്റായ സണ്ണി ജോസഫ് ഹൈക്കമാൻഡിന് എഴുതിയിട്ടില്ല, സണ്ണി ജോസഫിന്റെ ഒപ്പല്ല അതിലുള്ളത് എന്നുള്ളത് വ്യക്തമായി. അങ്ങനെ അന്വേഷണത്തിനൊടുവിൽ ഈ കത്തിന്റെ ഉറവിടം പരിശോധിച്ചു തന്നപ്പോൾ കെ സുധാകരന്റെ മരുമകനായ അജിത് കുമാറാണ് ഇത്തരം ഒരു കത്തിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത്. അജിത് കുമാറിനോട് ഇതേക്കുറിച്ച് വിശദീകരണം ചോദിച്ചപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും തനിക്ക് കിട്ടിയ കത്ത് താൻ നേതാക്കൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു, എന്നാൽ കത്തിന്റെ ഉറവിടത്തെക്കുറിച്ച് തനിക്ക് അറിയില്ല എന്നാണ് അജിത് കുമാർ പറഞ്ഞത്. മാധ്യമങ്ങൾ സണ്ണി ജോസഫിനെ കണ്ടപ്പോൾ ഇത്തരം കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് വിവാദമാക്കാൻ നിന്നില്ല. ഞാൻ എഴുതിയത് കത്തല്ല, ഞാൻ ആ കത്തിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കത്ത് വ്യാജമാണ്. KPCC പ്രസിഡന്റ് ഹൈക്കമാൻഡിന് സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കേണ്ട എന്ന് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല, സണ്ണി ജോസഫിന് അതിൽ പങ്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. എന്തായാലും കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായല്ലോ എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കെ സുധാകരൻ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന് സണ്ണി ജോസഫിന്റെ പേരിൽ AICCക്ക് കത്ത് അയച്ചത് ആരാണ്, ഇങ്ങനെ ഒരു കത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളതാണ് ഇപ്പോൾ ജനം ചോദിക്കുന്നത്. അഥവാ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഇത്തരത്തിൽ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നു. അത് കെ സുധാകരനിലേക്കും കെ സുധാകരന്റെ മരുമകനായ അജിത് കുമാറിലേക്കും തന്നെയാണ് കാര്യങ്ങൾ നീറുന്നത്. കണ്ണൂരിൽ സണ്ണി ജോസഫിനെ പേരാമ്പ്രയിൽ പൊട്ടിക്കണം അല്ലെങ്കിൽ പരാജയപ്പെടുത്തണം എന്ന് പരസ്യമായി തന്നെ കെ സുധാകരൻ ക്യാമ്പ് ആഹ്വാനം ചെയ്യുകയുണ്ടായി. ഇതിനെല്ലാം കൃത്യമായി തന്നെ മറുപടി കിട്ടണം. ഈ കത്തിന്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് കെ സുധാകരൻ ക്യാമ്പാണോ, അത് കെ സുധാകരനെ അവഹേളിക്കുന്നതിന് വേണ്ടി മറ്റാരെങ്കിലും തൽപര കക്ഷികൾ ചെയ്തതാണോ എന്നുള്ളതെല്ലാം അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ വരുന്ന മെയ് 4-ാം തീയതിക്ക് ശേഷം വോട്ടെണ്ണുമ്പോൾ കേരളത്തിൽ പുതിയൊരു സർക്കാർ ഉണ്ടാകും, UDF നേതൃത്വത്തിൽ പുതിയ സർക്കാർ നിലവിൽ വരും. അന്ന് ഇതിനെല്ലാം കൃത്യമായി കണക്ക് ചോദിക്കും എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റും നിലകൊള്ളുന്നത്. എന്താണ് ഇക്കാര്യത്തിൽ ഇനി തുടർന്നുണ്ടാകാൻ പോകുന്ന അന്വേഷണം, ആർക്കൊക്കെതിരെ ആര് നടപടിയെടുക്കും എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം. പരാതി കൊടുത്തത് ഞാനാണ്. ബാക്കി അന്വേഷണ കാര്യങ്ങൾ അന്വേഷണ ഏജൻസിയോട് ചോദിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എഴുതിയ കത്തല്ല, ഞാൻ ഇട്ട ഒപ്പല്ല.